ഓരോ തറവാടിനും പരദേവത ഒരു പക്ഷേ വേറൊന്നായിരിക്കാം. അതെങ്ങനെയാ വരണേന്ന് വെച്ചാൽ പരദേവതയായിട്ടുണ്ടാകാം. അത് കൂടാതെ പിന്നീട് ഏറ്റവും വളരെ പഴക്കമൊന്നും ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ 2 or 4 തലമുറ മുന്നേ വന്ന് ചേർന്നതുമായിരിക്കാം. അപ്പോ അത് ചിലപ്പോൾ മച്ചകത്തമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോട് തറവാടിനോട് ചേർന്ന ഒരു സ്ഥാനം ഉണ്ടായിരിക്കാം, കാവുകൾ ആയിരിക്കാം. ഇത്തരത്തിലൊക്കെ പരദേവത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കുലദേവത എല്ലാ തറവാടിൻ്റെത് മാത്രമായിട്ടുള്ള ഒരു മൂർത്തി വേറെയും ഉണ്ടാകും. ഇത് ഈ പറഞ്ഞ തറവാട് ക്ഷേത്രം അല്ലെങ്കിൽ തറവാടിൻ്റെതായിട്ടുള്ള എൻ്റെ പരദേവത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരദേവത എന്നും പറയും, അല്ലെങ്കിൽ മച്ചകത്തമ്മയായിട്ട് പറയുന്നത്, ഇത് പല രീതിയിൽ ഇത് വരാം. പൂർവികരായിട്ട് ആരാധിച്ചു വന്നതുണ്ടാകാം. അത് കൂടാതെ ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ തെയ്യത്തിന്റെ സമ്പ്രദായം ഉണ്ട്, കണ്ണൂര്. അപ്പോ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റൂട്ട് മറന്നു പോവില്ല. തെയ്യം കെട്ടിയാടിക്കുമ്പോൾ അതിൻ്റെ ഒരു തോറ്റം പാട്ടുണ്ട്. കൂടാതെ തെയ്യത്തിന്റെ തന്നെ തെയ്യക്കോലം എന്നാണ് പറയുക. കോലം എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള അർത്ഥത്തിലല്ല, അതിനെ ഏറ്റവും സ്പിരിച്വലി ഏറ്റവും മികവാർന്ന അർത്ഥത്തിലാണ് നമ്മൾ കോലം എന്ന് പറയാറ്. അപ്പോൾ ഈ തെയ്യത്തിന്റെ ചില അരുളപ്പാട് വായ്ത്താരികളുണ്ട്. അതിൽ നിന്നും എങ്ങനെയാണ് ഈ തറവാട്ടിലേക്ക് ഈ തെയ്യം, അതൊരു പക്ഷേ രക്തേശ്വരി ആയിരിക്കാം, ചാമുണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഭുവനേശ്വരി ആയിരിക്കാം, പല തെയ്യങ്ങളുണ്ട്. ഈ തെയ്യം എങ്ങനെ, ചിലപ്പോ ഈ ഗുളികനുണ്ട്, പൊട്ടൻ തെയ്യുണ്ട്. അതൊക്കെ വളരെ രസകരവുമാണ് കാണാനും. അപ്പൊ അവരുടെ അരുളപ്പാടിൽ നിന്നും ഈ തറവാട്ടിൽ എങ്ങനെയാണ് ഈ ദൈവങ്ങൾ എത്തിപ്പെട്ടത് എന്ന് പറയാറുണ്ട്. അത് നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തിൽ പറയാറില്ലേ, ചിദഗ്നികുണ്ഠ സംഭൂത എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ്. ചിദഗ്നികുണ്ഠത്തിൽ നിന്നും ഉത്ഭവിച്ചതായിരിക്കും മിക്കവാറും ഈ പറയുന്ന ഈ പരദേവത എന്ന് പറയുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം പല സാഹചര്യങ്ങളില് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് ഈ ദൈവങ്ങൾ വന്നു ചേർന്നതാവാം. ഈ പണ്ട് യാത്ര ചെയ്തിരുന്നത് ഇപ്പൊ കാട്ടിൽ കൂടി ആയിരിക്കും ചിലപ്പോൾ യാത്ര ചെയ്യുക, ചിലപ്പം പുഴ കടന്നിട്ടായിരിക്കും, ഒരുപാട് ദൂരം കാൽനടയായിട്ടും കാളവണ്ടിയിലും ഒക്കെ സഞ്ചരിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പം അന്നൊക്കെ സ്വർണമായിരിക്കാം കയ്യിലുണ്ടാവുക, ധാന്യങ്ങളായിരിക്കാം കയ്യിലുണ്ടാവുക, ചിലപ്പോൾ അവനവന്റെ ജീവൻ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ മികച്ച പ്രമാണിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ജീവന് വലിയ വിലയാണ്. അപ്പൊ ഇങ്ങനെയുള്ള യാത്ര ചെയ്യുമ്പോൾ വനത്തിൽ കൂടി ആയാലും വിജനമായിട്ടുള്ള പ്രദേശത്തു കൂടിയൊക്കെ ധാരാളം നടന്നൊക്കെ പോകേണ്ടി വരും. ഈ യാത്രയുടെ ഇടയിൽ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ കള്ളന്മാരുടെ ഉപദ്രവമായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു സംശയം വരുമ്പോൾ ബാക്കിൽ ഇപ്പൊ ചിലപ്പോൾ നടന്നിങ്ങനെ പോകുമ്പോൾ ബാക്കിൽ നിന്ന് കാൽപ്പെരുമാറ്റം കേട്ടു എന്ന് തോന്നാം, അതല്ലെങ്കിൽ നേരിട്ട് തന്നെ കണ്ടു എന്ന് വരാം കള്ളന്മാരെ ആക്രമിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് ചിദഗ്നികുണ്ഠ സംഭൂത എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ചിത്താകുന്ന അഗ്നിയിൽ ഉത്ഭവിച്ചവൾ എന്നാണ് പറയുന്നത്. അപ്പൊ ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സാണ്. മനസ്സാകുന്ന അഗ്നിയില്, മനസ്സ് നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും ശാന്തമായിട്ട് വെക്കേണ്ട സംഗതിയാണ്. ഇതെങ്ങനെയാണ് അഗ്നിയായിട്ട് ജ്വലിക്കുന്നത് എന്നുള്ളതാണ്. അത് ഏറ്റവും അധികമായിട്ടുള്ള ദുഃഖം വരുന്ന സമയത്തോ, ഏറ്റവും ആകുലപ്പെടുന്ന സമയത്ത്, വളരെയധികം നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ, ഇങ്ങനെയൊക്കെ അസാധാരണമായിട്ടുള്ള ഒരു സമയത്താണ് മനസ്സ് അഗ്നിയാകുന്നത്. ആ അഗ്നിയിൽ നിന്നും ഉണ്ടാകുന്ന ഉദ്ഭൂതമാകുന്ന ഒരു എനർജി, ഒരു സ്രോതസ്സാണ്, ശക്തിയുടെ ഒരു സ്രോതസ്സാണ് ചിദഗ്നികുണ്ഠ സംഭൂത എന്ന് പരാശക്തിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതേപോലെ ഈ കുടുംബത്തെ നയിക്കുന്ന വ്യക്തിയായിരിക്കാം ഈ പറയുന്ന ധനമായാലും, അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട വ്യക്തിയാകുന്നത് അങ്ങനെയാണല്ലോ, ആ കുടുംബത്തിലെ ആ തറവാട്ടിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യക്തിയായിരിക്കാം. അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു നിമിഷം എരിഞ്ഞ് കഴിയുന്ന സമയത്ത് അവിടെ ആ ചിതാഗ്ന അഗ്നിയിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന ഒരു എനർജിയെ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഒരു വിളിയായിരിക്കാം, എന്റെ ദൈവമേ അല്ലെങ്കിൽ എന്റെ അമ്മേ എന്നുള്ള ഒരൊറ്റ വിളിയിൽ നിന്നും
ഈ തനിക്കെതിരായിട്ട് വന്നിരിക്കുന്ന ഈ കള്ളന്മാരായാലും തനിക്കെതിരെ വന്നിരിക്കുന്ന എനർജി എന്ത് തന്നെയായാലും, അത് വ്യക്തികളുടെ രൂപത്തിലായാലും, അത് കാറ്റായാലും, അതല്ലെങ്കിൽ ഇരുട്ടിന്റെ രൂപത്തിലായാലും, ചിലപ്പം ഈ പറയുന്ന നമ്മൾ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന അതെന്തും പ്രേതമാണെന്നോ ഭൂതമാണെന്നോ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെ ഒരൊറ്റ സെക്കൻഡിൽ സ്തംഭിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാകും. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഈ തറവാടിൽ എത്തുവോളം ഇവരെ അനുഗമിച്ച് ഇവർക്കൊരു കാവലായിട്ട് കൊണ്ടു നടന്ന് ഇത് കാണാൻ പറ്റിയെന്ന് ചിലർ കണ്ടവരുണ്ട്, ചിലർ കണ്ടിട്ടുണ്ടാവില്ല, അത് അനുഭവിച്ച് ഫീൽ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ആ ശക്തിയെ ഈ തറവാടിൽ എത്തിക്കഴിയുമ്പോഴേക്കും, കാരണം ഈ ഇദ്ദേഹത്തിന്റെ ജീവനായാലും ഈ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള എന്ത് ധനമായാലും സ്വത്തായാലും എന്ത് തന്നെയായാലും ഇതിനെ വളരെ സുരക്ഷിതമായിട്ട് ഈ തറവാട്ടിൽ എത്തിച്ചു എന്നുള്ള നിലയ്ക്ക് 101% ഇതിനെ വിശ്വസിക്കാം, ഈ എനർജിയെ വിശ്വസിക്കാം എന്ന രീതിയിൽ ആ എനർജി, എന്നിട്ട് അവര് പരസ്പരം ഒരു സംവാദം ഉണ്ടായിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ടാകാം ഈ ശക്തിയെ പൂജിച്ചോളൂ എന്ന മട്ടിൽ. അങ്ങനെ ആ തറവാട്ടിൽ അന്ന് തുടങ്ങി നിരന്തരമായിട്ട് പിന്നീട് പരമ്പരയായിട്ട് പൂജിച്ചു വരികയും അത് ഈ വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ജീവിതം ഏത് ധർമ്മത്തെ അനുസരിച്ചിട്ടാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കാം ഇതിന്റെ ഉപാസനാക്രമം. ചിലപ്പം വളരെയധികം രജോ ഗുണ പ്രധാനമായിരിക്കാം, തമോ ഗുണ പ്രധാനമായിരിക്കാം, നേരത്തെ പറഞ്ഞതുപോലെ വളരെ സാത്വികവുമായിരിക്കാം. അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂർത്തി, മിക്കവാറും ഇത് അമ്മ ദൈവങ്ങളുമായിരിക്കും. കാരണം ഒരു ആപത്ത് വരുമ്പോ നമുക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയെന്നാണ് ഒരു വിളി, നമ്മുടെ അന്തരാളത്തിൽ നിന്ന് വരുന്ന ഒരു വിളിയാണത്. ആ മാതൃഭാവത്തിൽ തന്നെയായിരിക്കും, ഇതിൽ ഗുണം ഏതായാലും മാതൃഭാവത്തിൽ തന്നെ ആയിരിക്കാം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പരദേവതകള് മാതൃഭാവത്തിലുള്ള ദേവതകളായിരിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഈ പരദേവതകളൊക്കെ. ഇങ്ങനെ മാത്രമെന്നല്ല, ഇത്തരത്തിൽ നമ്മൾക്ക് കഥകൾ നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇത്തരത്തിലൊക്കെയാണ് ഇതിന്റെയൊക്കെ ഒരു ആവിർഭാവം എന്ന് പറയുന്നത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പരമ്പരകളെ മുഴുവൻ കാത്തുകൊള്ളാം എന്നുള്ളതാണ്. തിരിച്ചങ്ങോട്ട് ഇവരെ കൃത്യമായിട്ട് വർഷത്തിലോ മാസത്തിലോ അല്ലെങ്കിൽ പ്രതിദിനമോ അത് ആ ഒരു സംരക്ഷണത്തിന്റെ ശക്തി എത്രയാണെന്ന് ഈ അനുഭവിച്ച വ്യക്തിക്കാണ് അറിയുന്നത്. അദ്ദേഹമാണത് നിശ്ചയിക്കുന്നത്. ഇത് വർഷത്തിലൊരിക്കൽ വേണോ മാസത്തിലൊരിക്കൽ വേണോ എന്നൊക്കെ ഉള്ളത്, അല്ല പ്രതിദിനം വേണോ എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലാണ് ഈ പരദേവതാ സങ്കല്പം വരുന്നത്. അത് ഭൂരിപക്ഷം എന്തായാലും അത് മാതൃസ്വരൂപത്തിൽ അമ്മ ദൈവങ്ങൾ തന്നെ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ ജാതകങ്ങളൊക്കെ നോക്കും, ജാതകത്തിൽ തന്നെ നമുക്കിത് വ്യക്തമാവും. അപ്പോ ജാതകം നോക്കുമ്പോഴേക്കും ഈ അവരോട് അല്ലെങ്കിൽ പ്രശ്നം വെച്ചാലും ശരി, ഈ ഒരു ദൈവത്തിന്റെയോ ഈ പരദേവതയുടെയോ ഒക്കെ ഒരു അപ്രീതി കാണാം. ചിലര് പറയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എവിടെയാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, അതൊക്കെ പോയി അല്ലെങ്കിൽ ഞങ്ങൾ ആ ദേശം വിട്ടിട്ട് തന്നെ പോന്നു, ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ ആയിട്ട് തന്നെ അവിടെ നിന്ന് പോന്നു, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഏത് ദേശത്തെത്തിയാലും ശരി, എത്ര തലമുറ കഴിഞ്ഞാലും ശരി, അവരെ സ്മരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഉറപ്പായിട്ടും ചെയ്താലേ മുന്നോട്ട് നമുക്ക് പിന്നീടുള്ള അല്ലെ, ആദ്യം പറഞ്ഞു ഭൂമിയുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നതാണിത്. അപ്പൊ നമ്മുടെ പരമ്പരകൾ ഉണ്ടാകുന്നതിനും ആ ഉണ്ടായിട്ടുള്ള പരമ്പരകൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നതിനും ഇവിടെ നിലനിൽപ്പ് ഉണ്ടാകുന്നതിനും ഒക്കെ ഈ പരദേവതയെ ധ്യാനിക്കേണ്ടത്, അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് അത് നൽകേണ്ടത്, അതിനുശേഷം ബാഹ്യമായിട്ടുള്ളതും. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.